സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 1000 കോടി ബജറ്റിൽ മോഹൻലാലിന്റെ മഹാഭാരത അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ഒരു ശരാശരി ഇന്ത്യൻ പ്രേക്ഷകനുള്ള സംശയമാണ് ഇത്രയും പണം തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ എന്ന്. കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ചിത്രത്തിന്റെ സംവിധായകൻ VA ശ്രീകുമാറിനോട് ഇതേ ചോദ്യം ചോദിക്കുകയുണ്ടായി. ഇത്രയും പണം തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ എന്ന്. VA ശ്രീകുമാറിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: 1000 കോടിയുടെ റിട്ടേൺ എങ്ങനെയാകുമെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് എന്നോട് ചോദിച്ചിട്ടുമില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും വന്നയാളായതുകൊണ്ട് ഇതിൻ്റെ ബ്രാൻഡിങ്ങും സ്ട്രാറ്റജിയും ഒക്കെ സ്ഥിരമായി ചെയ്യുന്ന ആളായതുകൊണ്ട് ഇതിൻ്റെ ഒരു വയബിലിറ്റി പ്രപ്പോസൽ ഞാൻ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ഇന്ത്യ മുഴുവനാണ്. നമുക്കറിയാം, ആദ്യമായി ദൂരദർശനിൽ മഹാഭാരതം വന്നപ്പോൾ ഇന്ത്യയിലെ തെരുവുകൾ മരുഭൂമി പോലെ ഒഴിഞ്ഞതായിരുന്നു. കാരണം എല്ലാവരും 1 മണിക്കൂർ TV-യുടെ മുമ്പിൽ ആകാംക്ഷയോടെ നോക്കി നിന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ആ മഹാഭാരതം വീണ്ടും ദൂരദർശനിൽ 2ാമതും 3ാമതും ടെലികാസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് ഇന്ത്യ-പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തെക്കാളും TRP റേറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നീട് മറ്റ് ചാനലുകളിൽ മഹാഭാരതം പുനർചിത്രീകരിച്ച് ചെയ്തു. അപ്പോഴെല്ലാം മഹാഭാരതത്തെ വളരെ ആവേശപൂർവ്വമാണ് ഇന്ത്യൻ പ്രേക്ഷകർ കണ്ടത്. അപ്പോൾ മഹാഭാരതം എത്ര കണ്ടാലും മതിവരാത്ത ഒരു ക്ലാസിക്കാണ്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഓരോ ഭാരതീയൻ്റെ മനസ്സിലും ഒരു വികാരമായിട്ടാണ് മഹാഭാരതം ഉള്ളത്. അപ്പോൾ ചരിത്രത്തിലാദ്യമായി മഹാഭാരതം ഒരു ലാർജ് ഫോർമാറ്റ് സ്ക്രീനിലേക്ക് വരുന്നെന്നുള്ളത് ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ആവേശപ്പെടുത്തുന്ന കാര്യമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം, VA ശ്രീകുമാർ പറഞ്ഞു. എന്താണേലും മഹാഭാരതത്തോട് അന്ന് ഇന്ത്യൻ ജനത കാണിച്ച ആവേശം 2ാം ഊഴം ബിസ്ക്രീനിലേക്ക് എത്തുമ്പോഴും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.